അതായത് പിറന്നാളിന്റെ അന്ന് വരണമെന്ന്. വി ആർ വെരി സാഡ് ബിക്കോസ് യു ആർ ഗോയിങ് ടു അതർ. പോകുന്നത് കാരണം നല്ല വിഷമത്തിലാണ്. ഐ ലവ് യു. യുവർ ബെസ്റ്റ് അങ്കിൾ ആൻഡ് ആന്റിന്ന്. പിന്നെ താങ്ക് യു ഫോർ ബീയിങ് വിത്ത്. Thank you for being with us. No? ഹായ്, ഹലോ. അപ്പോൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഈ ഐലൻഡ് വിടാൻ പോവാണ് കേട്ടോ. നമ്മളന്ന് അന്നത്തെ വീഡിയോയിൽ ആരെല്ലാം ഓർക്കുന്നുണ്ട് അറിഞ്ഞൂടാ. ഒരു 35 days നമുക്ക് നിൽക്കണം എന്ന ഐലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിത് അവിടുന്ന് പോവാൻ നിൽക്കുക. നാളെ മോർണിംഗ് ഏകദേശം ഒരു 6 മണി 6:30 ആകുമ്പോൾ ബോട്ട് വരും. അതിന് നമുക്ക് പോകണം നമ്മുടെ പഴയ ഐലൻഡിലേക്ക്, പോറാഫോഷി എന്ന് പറഞ്ഞ ഐലൻഡിലേക്ക്. അപ്പൊ നമ്മളിപ്പോ ഏകദേശം 1 മാസത്തിന് മുകളിലായില്ലേ ഇവിടെ. 33 ദിവസം ഇവിടെ നിന്നതില് എന്റെ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായം കിച്ചൺ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് നല്ല ഉണ്ടായിരുന്നു. പിന്നെ കൊറേ ഫ്രണ്ട്സിന് കിട്ടി. കിച്ചണ് കിട്ടിയില്ല, ആ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് ഫുഡ് നമ്മള് 3 നേരം അവിടെ വീട്ടിൽ പോയിട്ട് കഴിക്കേണ്ട ഒരു സീനാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പറയാനുള്ളത് കുറെ ഫ്രണ്ട്സിനെ കിട്ടിട്ടോ. കുറെ ഫ്രണ്ട്സ് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള ആളുകളും ഇവിടുത്തെ ആളുകളും അതായത് അല്ലെ കുറെ ഒരു മാസങ്ങളും ഒക്കെ ഇവിടെ നിന്നൊരു ഫീലാണ് ഇവിടുന്ന് പോകുമ്പോ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ വന്ന ഒരാഴ്ചക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, നീ ഫുഡ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു വിഷയം കൊണ്ട്. പക്ഷെ പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ആയതുകൊണ്ട് ഫുഡിന്റെ ഒരു വിഷയം മാത്രം, ബാക്കിയെല്ലാം. പക്ഷെ ഫുഡിന്റെ വിഷയം അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും ഭയങ്കര എല്ലാരും കൂടി ഒരുമിച്ച് ഒരു വീട്ടില് കുക്കിംഗ് ഒരാഴ്ച, അതാ പറഞ്ഞു, ഒരാഴ്ച നമുക്ക് ആ ഒരു വിഷയം കിട്ടിയിട്ടുള്ളൂ. ബാക്കി നമ്മള് അവിടെ ഓരോ വീട്ടിൽ ഓരോ ദിവസം കുക്ക് ചെയ്യാം, എല്ലാരും കൂടെ കമ്പനി അടിക്കുക. പിന്നെ നൈറ്റ് ഒരു 12 മണിക്കൊക്കെ റൂമിൽ ഹാർബറിൽ കറങ്ങാൻ പോവാ. നമ്മുടെ ഐലൻഡിൽ നമ്മൾ അങ്ങനെ നൈറ്റ് പുറത്തു ഫ്രണ്ട്സ് ആയി വരുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഡ്യൂട്ടിന്റെ കാര്യം. ഡ്യൂട്ടി വർക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറവാണ്. പേഷ്യൻസും കുറവാണ്, വർക്ക് ലോഡും എല്ലാം കുറവാണ് കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകാനുള്ള സാധനങ്ങളൊക്കെ. നീ ഇതും പറഞ്ഞോണ്ട് കൂടെ മൊത്തം നോക്കിയിരിക്കുക. ചെറിയ ഒരു മിസ്സിങ് ഉണ്ട് പോകുമ്പോ. കൊറേ ഫ്രണ്ട്സിനെ വിട്ടിട്ട് നമ്മളാ ഒരു ഡെയിലി ഈവനിങ് പോകുന്ന ഒരു കാണലും പിന്നെ ഒരുമിച്ചിരിക്കലും അതൊന്നും നടക്കൂല. ചെറിയ മിസ്സിങ് ഉണ്ട്, ചെറുതല്ല, നല്ലൊരു മിസ്സിങ് ഉണ്ട്. നാളെ ഈ നേരം ആകുമ്പോ നമ്മള് സമയങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു ദിവസം കഴിഞ്ഞു കിട്ടിയാ മതി വന്ന ഒരാഴ്ച എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ടിയാ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് നിന്നത്. പക്ഷെ ഇപ്പൊ എന്തായാലും പോവാനൊരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. അവര് പറയാ നിങ്ങള് പോണ്ട, ഇവിടെ നിന്നോ, നല്ല ഐലൻഡ് അല്ലേ, ഇവിടെ നിന്നോ. നല്ല മനുഷ്യന്മാരാ കേട്ടോ, അടിപൊളി, നല്ല കമ്പനിയുള്ള മനുഷ്യന്മാർ. ഞാൻ ഇപ്പൊ പോകുന്നതോട് കൂടി വേറൊരു ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്. അപ്പൊ അവർക്ക് കുറച്ച് എന്താ പറയാ ഹാൻഡ് ഓവേഴ്സ് കൊടുക്കാണ്ട് ഡ്യൂട്ടീന്റെ. നാളെ മുതൽ അവനായിരിക്കും ഡ്യൂട്ടിയില്. അതുപോലെ തന്നെ കുറച്ച് പേരോടൊക്കെ യാത്ര പറയാനുണ്ട്. അല്ലെ അവര് കുറച്ച് വീട് പോകാനുള്ളത്, പോയിട്ട് യാത്ര പറയാം. അവിടെ അല്ല, ഇവിടെ ഇവിടെ ഷിബിന്റെ അതേ വേവ് ലെങ്തിലുള്ള കുറച്ച് കമ്പനിക്കാരുണ്ട് ഇവിടെ. 2ാം ക്ലാസ്സിലല്ലേടി പഠിക്കണത്? എന്തൊക്കെ തന്നാ എനിക്ക്? നെയിൽ പോളിഷ് 2 കളർ, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പിന്നെ ഒരു ഇതില് ചെറിയൊരു കിറ്റ്. എന്താണ് സ്ലൈഡും ടിംറ്റിയോ? ബട്ടർഫ്ലൈ ടൈപ്പില് കണ്ടാ അതിന്റെ 3 എണ്ണം. പിന്നെ ലോക്കറ്റ്സ് ഇതാ, ചെയിൻ 3 ഐറ്റം. പിന്നെ ഷൂവോ? ഇതും ലോക്കറ്റാണ്. വൃന്ദമോളിനോട് പറഞ്ഞേ
ഷിബി ആന്റിന് ഡാനിഷ് അങ്കിളിന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്നൊക്കെ അവളെ ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ അത്ര എന്തായാലും എടുത്തു വെച്ചത്. ഇതാണ് നമ്മളെ പുതിയ ലാബ് ടെക്നീഷ്യൻ, എന്റെ വെട്ടുകൊണ്ട പാർട്ട്ണർ. ഇത് മൊത്തം എടുത്താലോ? RTL തന്നെ അടിച്ചാട്ടുന്ന ഇതൊക്കെ കൂടെ അങ്ങോട്ട് പോയാ മിന്റ് തുളസി എന്നാണ് അതിന് പറയാ. ഇത് ആവശ്യമുണ്ടോ അത്? നമ്മളെ ഇത്രയും ദിവസം ഈവനിങ് നൈറ്റൊക്കെ എല്ലാരും കൂടെ കൂടി ഫുഡൊക്കെ ഉണ്ടാക്കിയിരുന്ന വീടാണ് കേട്ടോ അത്. കൊണ്ടേടാം. ആ അത് മതി. ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് നന്നായി ഇതാക്കും. അതിന്റെ വീണ്ടും കുറച്ച് നിറച്ച് വെള്ളം വെച്ച് എടുത്ത് കഴിക്കും. എന്നിട്ട് നന്നായി ചൂടാറിയതിനു ശേഷം ഇതേപോലെ ചില്ലിൻ്റെ ഒരു പാത്രത്തിൽ ആ സ്റ്റോറിൽ ഒഴിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഇത് വയ്ക്കുക. രാത്രി ഒഴിച്ച് വെച്ച് രാവിലേക്ക് സെറ്റാണ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ പാത്രമില്ല, ഇതൊരു 3 ദിവസം കൂടുമ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുക, മാറ്റി കഴുകിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ യോഗ പിന്നെ വലിയ സാധനം പ്രോസസ്സിങ് ആവില്ല. ഞാനങ്ങനെ ചെയ്തെങ്കിൽ ആ ഒട്ട രജിസ്റ്റർ ഓറാണ്. വല്ലതും മനസ്സിലായോ? മനസ്സിലായ പോലെ അവിടെ തിരി വിളിക്കും. എങ്ങനെ ഒന്നും കൂടി പറഞ്ഞു ചോദിച്ചിട്ട്. എന്താ ഷിബി അടി കൊടുത്തേ? ഗിഫ്റ്റോ? ഞാൻ തുറന്നു നോക്കട്ടെ ഇപ്പൊ? പിന്നെ എപ്പോഴാ തുറക്കാം? റൂമിൽ പോയിട്ടോ? അപ്പൊ എനിക്കൊന്നുമില്ല. എനിക്കെന്താ? അത് പറയൂലേ? അതിൽ തന്നെ ഉണ്ടോ? ആ ഓക്കെ. എനിക്ക് ആന്റി മോണിന് സങ്കടം ഉണ്ടോ? ഞാൻ മോണിന് സങ്കടമല്ല. ആണോ? സങ്കടത്തിനാണ് ഗിഫ്റ്റ് തന്നെ. ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് എനിക്ക് എപ്പോഴാ വേണ്ടത്? നാളെയാ നമ്മള് പോവും. ആന്റിനെക്കാളും നമ്മള് പോവല്ലോ. ഈ പോത്ത് തരണം കേട്ടോ. എന്താ വൃന്ദ? ശരിയാണ് കേട്ടോ. നിങ്ങള് പോണെന്നൊരു പോയില്ലാത്ത സങ്കടമുണ്ട്. ഒരു മാസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മാസം ഒക്കെ ആയിരുന്നു. എന്തിനാ കറിയുന്നേ? പിന്നെ ഞങ്ങക്ക് പോണ്ടേ അവിടെ? ആ ഇപ്പൊ 2 കുട്ടികൾ കരഞ്ഞു കേട്ടോ. വൃന്ദമോളുടെ ഗിഫ്റ്റ് ആണോ? വൃന്ദമോളെ വീഡിയോ കോള് വിളിച്ചിട്ട് ഷിബിനോട് ഗിഫ്റ്റ് തുറക്കാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ. റൂമിലെത്തിയിട്ട് അതെന്താണ്? ഈ ബാഗോ? ഈ ബാഗ് ഏതാന്ന് ഓർമ്മ ഉണ്ടോ? നമ്മളെ ഷോർട്ടില് ഓർമ്മ ഉണ്ടോ?
എടി എന്താ ജ്യൂസാ ജെല്ലി ഇന്നത്തെ പേപ്പറില് വെൻ മൈ ബർത്ത്ഡേ ഇത് പിറന്നാളിന്റെ അന്ന് വരണമെന്ന്. വി ആർ വെരി സാഡ് ബിക്കോസ് യു ആർ ഗോയിങ് ടു അതർ. പോകുന്നത് കാരണം നല്ല വിഷമത്തിലാണ്. ഐ ലവ് യു. യുവർ ബെസ്റ്റ് ആന്റി, അങ്കിൾ ആൻഡ് ആന്റിന്ന്. പിന്നെ താങ്ക് യു ഫോർ ബീങ് വിത്ത്. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് us. അയ്യോ ആ ആ ആ ഡാൻസ് അറിയാ. എനിക്ക് ഡാൻസും കൂടി ഇങ്ങനെ എഴുതി തന്നിട്ടില്ല. ആ എന്താ ഡാൻസ് ഈ വൃന്ദനേക്കാട്ടിലും കഷ്ടാണല്ലോ ശിവി. അവള് ചെറിയ കുട്ടിയാണ്. എന്തിനീ കടന്ന് കരയുന്നത്? എന്താണ് ബോട്ടിലും കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ. പാത്തു എനിക്ക് ഗിഫ്റ്റ്, എനിക്ക് ആ എഴുത്തും ആ ബാഗും എനിക്ക് നന്നായിട്ട് കൊണ്ടുകിട്ടോ. ആ ബാഗ് അത് ഓർമ്മ ഉണ്ടോ എനിക്ക്? നമ്മളാ ഷോർട്ടില് ഇത് ഞാൻ എടുക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മള് ഷോർട്ട് ചെയ്തില്ലേ, ആദ്യത്തെ ബാഗാണത്. ഇതുപോലെ ഡ്യൂട്ടി ഉണ്ടല്ലോ ഇങ്ങനെ ഒരു മാസത്തിനൊക്കെ പോകുന്ന ഒരു 2-3 ഐലൻഡിൽ പോയിട്ടുണ്ട് മുന്നേ. ഭയങ്കര ഒരു എന്തോ ഒരു അറ്റാച്ച്മെന്റ് വന്ന ടൈമിൽ ഭയങ്കര ഒരു എവിടെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്നുള്ള മൈൻഡായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിതാ റെഡിയായി, റൂമൊക്കെ വൃത്തിയാക്കി. 6:30-ക്കാണ് ബോട്ടുള്ളത്. അപ്പോൾ റൂമും എല്ലാം നീറ്റാണെന്ന് ഒന്നും കൂടി ഒന്ന് റീചെക്ക് ചെയ്യണം കാണിച്ച്. ഗുഡ് മോർണിംഗ്. ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. ബാഗെല്ലാം പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനേ ഈ വീടൊന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇത്രയും ദിവസം നിന്ന വീട്, അതിൻ്റെ ചുറ്റുപാടൊന്ന് കാണിച്ചു തരാം. വെളിച്ചം വെച്ചിട്ടില്ലല്ലോ പുറത്ത്? ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരും. 5:45 ലൈറ്റ് ഉള്ളൂ. ടൈം എത്രയായി ഇതാട്ടോ? രാവിലെ ഒരു 5:55 ഒക്കെ ആയിട്ടുണ്ട്. ഇത്രയും വെളിച്ചം വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മൾ താമസിച്ച വീടിൻ്റെ മുൻവശം. അപ്പോൾ ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവിടെ കാണിക്കാം. ഇതങ്ങനെ പൂക്കളും ഇതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ മെയിൻ ഡോറ്. ഇത് ഹാള്. ഇങ്ങനെ ഉണ്ട്.
ഇത് കിച്ചൺ. ഇതേ കിച്ചണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് തരാത്ത കിച്ചണാണ് കേട്ടോ അത്. നമുക്ക് റൂം മാത്രം തന്നിക്ക. അല്ലെ CID മൂസിയില് പറയില്ലേ, തൂക്ക് തരാം പക്ഷെ വെടിയൊക്കെ ഇതാണ്. കിച്ചൺ തരാം പക്ഷെ അവിടെ കുക്ക് ചെയ്യാൻ പാടില്ല, മൈൻഡ് സെറ്റ്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്. പിന്നെ ഇതും ഇതും കിച്ചണായിട്ട് അവര് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും അതുപോലെ അപ്പുറത്ത് വാഷ് ചെയ്യാൻ പാത്രങ്ങൾ വാഷ് ചെയ്യാനുള്ള സെറ്റപ്പ്. ഓണർ ഭയങ്കര മറ്റേ കർഷകനാണ് കേട്ടോ ആള്. ഇതൊക്കെ ഇതെന്താ സാധനം ഇത്? ആ മസൂണിയിലിടുന്ന ഇലയല്ലേ ഇത്? അത് വെറ്റിലയാണ്. വെറ്റില അതേപോലെ അതിന്റെ മുകളിൽ എന്താ മുരിങ്ങന്റെ അത് പൂവിട്ടിട്ടൊക്കെ ഉണ്ട്. അവിടെ അങ്ങേര് അങ്ങനെ കുറെ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇത് മറ്റേ നമ്മളെ ബ്രിഞ്ചാളിന്റെ ചെടികളും. ഇത് പൂവിട്ടില്ലേ? ഇത് മത്തനല്ലേ? മത്തനും വെള്ളരല്ല മത്തൻ എന്നാ പറഞ്ഞത്. ആ നമ്മള് വന്നത് ജസ്റ്റ് അതിന്റെ ഇത് ഇട്ടിട്ടുള്ളൂ അല്ലേ? ആള് നമ്മള് വന്ന് കിടക്കാട്ടതെല്ലാം ചെയ്ത് നമ്മള് ബാഗെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാം. അവരോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആംബുലൻസ് വെറുതെ രാവിലെ ഇനി ഉറങ്ങായിരിക്കും മനുഷ്യന്മാര്. അത് എടുത്ത് തലയിൽ വെച്ചൊന്ന്. ഇവിടുത്തെ ട്രെൻഡാണ് എന്നല്ലേ പറഞ്ഞത്. കഷ്ടം. ഷിബി നമുക്ക് ഹാർബർക്ക് നടക്കാം. ഈ ക്യാമറ പിടിക്കുകയാണെങ്കിൽ 2 ബാഗും ഞാൻ പിടിക്കാം, അല്ലെങ്കിൽ 2 ബാഗ് എടുത്ത് നടന്നു. ഏതാ വേണ്ടേ? അല്ല അറിയാം, ഞാൻ വെറുതെ പറഞ്ഞു. അതെ ടീച്ചേഴ്സ് ഇറ്റ്സ് ഓക്കെ. ഹാർബർ ദോ വെരി നിയർ ദോ ഇറ്റ്സ് ഓക്കെ. മേ ബി ഹി ഈസ് സ്ലീപ്പിംഗ്. പോവാൻ സമ്മതിക്കുന്നില്ല. ഡോറൊക്കെ ഓട്ടോമാറ്റിക് അടയുന്നുണ്ട്. ബിഗ് ബി കളിച്ചിക്കാതെ പെട്ടെന്ന് നടക്ക്. നമുക്ക് അവര് വേണമെന്നുണ്ടെങ്കിൽ ആംബുലൻസ് തരും കേട്ടോ. നമ്മളിത് ഒരു 100 മീറ്റർ ഉള്ളൂ നമ്മളെ റൂമിൽ നിന്ന് ജെട്ടിക്ക് ഹാർബർക്ക് എത്താനായിട്ടും. അപ്പൊ പിന്നെ ഇപ്പൊ ഉറങ്ങായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അത് വലിയ വെയിറ്റ് ഉണ്ട്, എന്നാലും നമുക്ക് ഇതുവരെ എത്താല്ലേ ഉള്ളൂ. ഇനി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ അവരെ വിളിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ട. എത്തിയില്ല, ഹാർബർ എത്തിയില്ല. മതി. ഇതാണ് ഇവിടുത്തെ പാർക്ക്. പിള്ളേർക്ക് വേണ്ടി സെറ്റ് ചെയ്താ കേട്ടോ. പിള്ളേർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ? അല്ല, only these two though. That's why he may be sleeping this time. ഇത് കാണിച്ചു. ഇതുണ്ടോ? ഇത് നമ്മുടെ ഇന്ത്യന്റെ ഹൈ കമ്മീഷൻ അല്ലേ അന്ന് വന്ന്? ഹൈ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ എന്തോ പ്രൊജക്ട് എന്താണ് വിഷയം എന്ന് എനിക്ക് അറിയൂല. പക്ഷെ ആള് വന്നിട്ടുണ്ട്. അയാൾക്ക് വൻ സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു. ഇങ്ങനെ ഇവിടുന്ന് കേട്ട് ഇതുവരെ കാർപ്പറ്റൊക്കെ സെറ്റ് ചെയ്ത് ആളെ ആനയിച്ച് വരുത്തി അവിടെ കൊണ്ടുപോയി ഇരുത്തി നല്ല സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു അവര്. അത് ഈവനിങ് വരെ ആൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാ പോയത്. ചാടി അവിടെ ഇവിടെ ചാടില് സീന. വൃന്ദമോളായിരിക്കും സീനൊക്കെ. ആള് വരുമോ? ചിലപ്പോ ഉറങ്ങായിരിക്കും. നമ്മളെ യാത്രയാക്കാൻ വേണ്ടി വൃന്ദമോളും ടീംസും വരുന്നുണ്ട്. ഈ പല്ല് വെച്ചിട്ടില്ലല്ലോ? ഇല്ലല്ല, ഈ പല്ല് വെച്ചിട്ടില്ല. സ്വാഭാവിക സത്യാവസ്ഥ, ഞാൻ നിഷേധിക്കുന്നില്ല. അടുവായോട്ടോ അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ അങ്ങോട്ട് വരണ്ട്. ഡിസംബർ അതിന്റെ ഉറപ്പിലാണ് കുട്ടി കരയാതെ നിൽക്കുന്നത്. ശരി എന്താ മോളെ ട്ടാ, വിളിക്കാട്ടോ.
എത്തിയിട്ട് മെസ്സേജ് അയക്കണ്ട്. വിളിക്കാം ഒരാഴ്ച മുന്നേ പറയാം കേട്ടോ. അല്ല അതിന്റെ അപ്പുറത്ത് നെക്സ്റ്റ് എന്റെ കൈ കാണുന്നുണ്ടോ? മുടി മണുത്താലേ വോമിറ്റിങ് പോകുന്ന എന്നോട് ആരാ പറഞ്ഞേ? ഞാനിന്ന് അവിടെ പരിചയം എടുത്തിരിക്കുന്നുണ്ട്. ശിവി ഇപ്പൊ വെക്കും വാള്. കുറെ നേരമായി സീനാക്കാൻ തുടങ്ങിയിട്ട്. അതെ നാളല്ലേ വരുന്നത്? എന്നെ കൊണ്ടുപോകാൻ എന്റെ തറവാട്ടിൽ എന്തോ ഈ ഇവിടെ കയറിക്കോ. ഓക്കെ നമ്മള് ഹൊറപ്പുഷ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ചുണ്ട് നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ റോഡ്. വീട്ടിലേക്ക് പോകുന്നത്. നമ്മള് റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഹൊറപ്പുഷ് എന്താണ് സീന്? വൊമിറ്റ് ചെയ്തു അല്ലേ? ഒരാളെ ടയേർഡായി കണ്ടിരിക്കുക. രാവിലെ തന്നെ യാത്ര ചെയ്തിട്ട് വയ്യേ. അപ്പൊ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഷിബിയൊക്കെ നല്ല ടയേർഡാ. വരുന്ന വഴിക്ക് വാളൊക്കെ വെച്ച് വാളും പരിചയമൊക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.